الحمد لله الواحد القهار العزيز الغفار غافر الذنب وقابل التوبة اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأطيعوا الله ورسوله ولا تنازعوا فتفشلوا وتذهب ريحكم واصبروا إن الله مع الصابرين. പ്രിയ നിറഞ്ഞ സുഹൃത്തുക്കളെ, വിശുദ്ധ റമളാൻ മാസത്തിൽ വിശ്വാസികൾ തമ്മിലും മാനവകുലത്തിൽ മൊത്തത്തിലും ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും ആവശ്യകത ഏറിവരുന്ന ഒരു സാഹചര്യത്തിൽ ഐക്യപ്പെടുകയും ഐക്യമനസ്സോടുകൂടി ഒരുമയോടുകൂടി മുന്നോട്ടു പോവുകയും ചെയ്യേണ്ട മനുഷ്യമക്കൾ പരസ്പര കാലുഷ്യത്തിന്റെയും പരസ്പര വിദ്വേഷത്തിന്റെയും പാതയിലൂടെ മുന്നോട്ടു പോകുന്ന ഒരു ദുസ്സഹമായിട്ടുള്ള സാഹചര്യം നമുക്ക് മുൻപിൽ തെളിഞ്ഞു വരുന്നു. പലതിന്റെയും പേരിൽ കുടുംബങ്ങൾ മുതൽ അന്താരാഷ്ട്ര തലം വരെയുള്ള ആളുകൾക്കിടയിലെ കുടിപ്പകകളും ആളുകൾക്കിടയിലെ പ്രശ്നസങ്കീർണമായിട്ടുള്ള പ്രയാസം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഭിന്നതകളും മനുഷ്യരുടെ സ്വസ്ഥതക്കും സമാധാനത്തിനും ഭംഗം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, വിശുദ്ധ ഇസ്ലാം മുസ്ലിങ്ങൾ തമ്മിലുള്ള ഐക്യത്തിനു മാത്രമല്ല, സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യത്തിനു മാത്രമല്ല, മാനവകുലത്തെ മൊത്തത്തിൽ ഒന്നായി കണ്ടുകൊണ്ട് ഒരുമ്മയുടെയും ഒരുപ്പയുടെയും മക്കളായി കണ്ടുകൊണ്ടുള്ള മാനവിക ഐക്യത്തിന് അങ്ങേയറ്റം പ്രാധാന്യം നൽകുന്ന മതമാണെന്ന് ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. വിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ, ഖുർആനിന്റെ ആഹ്വാനങ്ങൾ അത്തരത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ വജഅൽനാകും ശുഉബൻ വകബാഇല ലിതആറഫു. അല്ലയോ മനുഷ്യരെ, യാ അയ്യുഹന്നാസ്, മനുഷ്യകുലത്തെ മുഴുവൻ വിളിച്ചുകൊണ്ടാണ്. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ, നിങ്ങളെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. പിന്നീട് നിങ്ങളെ വർഗങ്ങളും വർണ്ണങ്ങളും ഗോത്രങ്ങളും ഒക്കെയാക്കി മാറ്റിയിട്ടുള്ളത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയപ്പെടാൻ വേണ്ടിയാണ്, നിങ്ങൾക്കൊരു അഡ്രസ് ഉണ്ടാകാൻ വേണ്ടിയാണ്. ആ രൂപത്തിൽ മനുഷ്യരെ ഒന്നായി കാണുന്ന, മാനവകുലത്തിനെ ഒരുമയോടുകൂടി കാണുന്ന ഒരു വിശ്വാസ സംഹിതയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന വിശ്വാസികൾക്കിടയിൽ, പ്രത്യേകിച്ചും ഒരു ചുമരിന്റെ പരസ്പരം ബലം കൊടുക്കുന്ന, അതിന്റെ കട്ടിലയും ജനലും കല്ലുകളും പോലെ ഇഷ്ടികകളും പോലെ പരസ്പരം ബലം കൊടുക്കേണ്ട അംഗങ്ങളായിട്ട് ജീവിക്കേണ്ട ബാധ്യതയും ആവശ്യകതയും വളരെ വ്യക്തതയോടുകൂടി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ആമുഖമായി ഇവിടെ നിങ്ങളുടെ മുൻപിൽ ഓതിവെച്ച സൂക്തം വിശുദ്ധ ഖുർആനിലെ 8-ാമത്തെ അധ്യായം സൂറത്ത് അൻഫാലിലെ 46-ാമത്തെ വചനമാണ്. വഅതീഉല്ലാഹ വറസൂലഹു, വിശ്വാസികൾക്ക് പ്രത്യേകമായ ബാധ്യതയുണ്ട് അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കാൻ. വലാ തനാസഉ ഫതഫ്ശലു വതദ്ഹബു റീഹകും, നിങ്ങൾ ഭിന്നിക്കരുത്, അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ധൈര്യക്ഷയം സംഭവിക്കും, മാത്രമല്ല നിങ്ങളുടെ വീര്യം ചോർന്നു പോവുകയും ചെയ്യും. വസ്ബിറു, നിങ്ങൾ ക്ഷമിക്കണം. ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ, തീർച്ചയായിട്ടും ക്ഷമാലുക്കളുടെ കൂടെയാണ് അള്ളാഹു ഉള്ളത്. ഇത് വിശ്വാസികൾക്ക് നൽകുന്ന ഒരു കരുത്തുണ്ട്, വിശ്വാസികൾക്ക് നൽകുന്ന ഒരു ആത്മധൈര്യമുണ്ട്. ക്ഷമയോടുകൂടി, ആത്മധൈര്യത്തോടുകൂടി, അതോടൊപ്പം ഐക്യത്തോടുകൂടി ഏതൊരു കാലഘട്ടത്തിൽ വിശ്വാസികൾക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചുവോ അവിടെ അവരെ പരാജയപ്പെടുത്താൻ ഒരുത്തർക്കും സാധ്യമായിട്ടില്ല. നീണ്ട 700 വർഷക്കാലം കോർഡോവ എന്നറിയപ്പെട്ടിരുന്ന സ്പെയിനിൽ മുസ്ലിങ്ങൾ സസുഖം വാണിരുന്ന ഒരു കാലഘട്ടത്തിൽ പിന്നീട് അവിടെയുണ്ടായ അപജയത്തിന്റെ, അവിടെയുണ്ടായ പിൻവാങ്ങലിന്റെ, പരാജയത്തിന്റെ ഹേതുക്കൾ പരിശോധിക്കുമ്പോൾ മുസ്ലിങ്ങൾക്കിടയിലുണ്ടായിരുന്ന അന്തഛിദ്രങ്ങളും മുസ്ലിങ്ങൾക്കിടയിലുണ്ടായിരുന്ന പടലപ്പിണക്കങ്ങളും ഐക്യത്തിന് തുരങ്കം വെക്കുന്ന രൂപത്തിലുള്ള ഭിന്നതകളും വലിയ തോതിൽ കാരണമായിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആധുനിക കാലഘട്ടത്തിൽ ചില്ലറ ചില്ലറ പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ വിഷയങ്ങളിൽ പരസ്പരം വാളെടുക്കുന്നവർ, പരസ്യമായിട്ട് പ്രകോപനമുണ്ടാക്കുന്ന രൂപത്തിൽ പ്രസംഗങ്ങൾ സംഘടിപ്പിക്കുന്നവരൊക്കെ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. വിശ്വാസികൾ തമ്മിലുള്ള ഐക്യം അത് മർമ്മപ്രധാനമായി കാണുകയും അത് ഏറ്റവും വലുതായി കാണുകയും അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ അത് അതാവിന്റെ മേഖലകളിൽ വേദികളിൽ വെച്ച് സംസാരിക്കുകയും ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഈ വിശുദ്ധ റമളാനിലെങ്കിലും വിശ്വാസികളായ എനിക്കും എന്റെ സഹോദരങ്ങൾക്കും ഉണ്ടായിത്തീരേണ്ടതുണ്ട്. അതില്ലാത്തിടത്തോളം കാലം പലതിന്റെയും പേരിൽ, പല പ്രശ്നങ്ങളുടെയും പേരിൽ പലതും പറഞ്ഞു വീർപ്പിച്ചുകൊണ്ട്, പലതും ഊതി വീർപ്പിച്ചുകൊണ്ട് പ്രശ്നസങ്കീർണതകൾ സൃഷ്ടിക്കാൻ വേണ്ടി പരസ്പരം വാളോങ്ങുകയാണെങ്കിൽ അതിന്റെ പരിണിത ഫലം എല്ലാവരും ഒരുപോലെ അത് ഇന്ന് ഏൽക്കേണ്ടി വരും, നേരിടേണ്ടി വരും എന്നതൊരു ദുഃഖസത്യമാണ്. നമുക്കറിയാം, ആധുനിക ഇന്ത്യയിലൂടെ അതേപോലെ തന്നെ ആധുനിക ലോകത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വിശ്വാസികൾ പലതരത്തിലുള്ള പ്രചണ്ഡമായ പ്രചരണങ്ങളെ അഭിമുഖീകരിക്കേണ്ടിയിരിക്കുന്നു. അവർ ഇസ്ലാമിന് നേർക്ക്, ഇസ്ലാമിനെ മുൻനിർത്തിയുള്ള ഒരു പേടിപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഭയാനകമായ രൂപത്തിലുള്ള
ഒരു ചിത്രമാണ് ലോകമാകെ വരച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ, മുസ്ലിങ്ങൾക്ക് അപമാനമുണ്ടാക്കുന്ന രൂപത്തിൽ പരസ്പരം പബ്ലിക്കായിട്ടും പൊതുരംഗത്തിരുന്നുകൊണ്ട് വാളോങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം നടത്തുകയാണെങ്കിൽ അവിടെയും മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതും അവരുടെ ഇസ്സത്തും ആളുകൾക്കിടയിലുള്ള വിശ്വാസ്യതയുമാണ്. പറഞ്ഞു വന്നത്, ഒരു വിശ്വാസി അവന്റെ മുസ്ലിമായ മറ്റൊരു വിശ്വാസിയോടും നിയമം പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. ആ മര്യാദകൾ പാലിച്ചുകൊണ്ടും കാണിച്ചുകൊണ്ടും ആദർശപരമായിട്ടുള്ള വ്യതിരിക്തങ്ങൾ ഉണ്ടാകാം, ആശയപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതേപോലെ തന്നെ മനുഷ്യരാണ്, വിഭിന്നമായ അഭിപ്രായങ്ങളും വീക്ഷണങ്ങളും ഉണ്ടാകാം. പക്ഷെ അവിടെയൊക്കെ എങ്കിലും ഏകോദര സഹോദരങ്ങളാണെന്നും ഒരു ഉമ്മത്തിൽപ്പെട്ടവരാണെന്നും ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും മക്കളാണെന്നും ആ ഒരു ചിന്ത ഒരിക്കലും നമ്മിൽ നിന്നും ഇല്ലാതായി പോകരുത്. അതിനു മുൻപിൽ, അതിന് കീഴിലായിരിക്കണം നമ്മുടെ മറ്റുള്ള വിഷയങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കേണ്ടതും അതിന് നമ്മൾ സോൾവ് ചെയ്തുകൊണ്ടിരിക്കേണ്ടതും. ആ ഒരു പ്രാഥമികമായ സത്യം ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഔസും ഖസറജുമായി പരസ്പരം കലഹിച്ചിരുന്ന മദീനയിലെ പഴയകാല യസ്രിബിലെ ആളുകളെ ഇസ്ലാമിന്റെ പാവനമായ പാതയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവർക്കുണ്ടായ മാറ്റം, പിന്നീട് അവരിൽ അത് ആ തിരിച്ചുപോക്ക് ഒരിക്കലും ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട ആവശ്യകത ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. സൂറത്ത് ആലു ഇംറാനിലെ 103-ാമത്തെ അധ്യായത്തിൽ വഅതസിമു ബിഹബ്ലില്ലാ, അല്ലാഹുവിന്റെ പാശത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖൂ, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കണം എപ്പോഴും. ഇത് കുൻതും അഅദാ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്ന കാലഘട്ടത്തിൽ അല്ലാഹു നിങ്ങളുടെ മനസ്സുകൾക്ക് ഇണക്കം നൽകി. ഫഅസ്ബഹതും ബിനിഅമതിഹി ഇഖ്വാന, അങ്ങനെ അവന്റെ അനുഗ്രഹത്താൽ, അവന്റെ അതിമഹത്തായ കാരുണ്യത്താൽ നിങ്ങൾ സഹോദരങ്ങളായി മാറി. ഏതുപോലെ ഇടപിരിക്കാനാകാത്ത വിധം പരസ്പരം അവരുടെ രക്തബന്ധങ്ങളെക്കാൾ, അവരുടെ മറ്റു കുലബന്ധങ്ങളെക്കാൾ ഏറ്റവും നല്ല സഹോദര്യം ഈ അൻസാറുകൾക്കിടയിലും അതേപോലെ തന്നെ അൻസാറുകൾക്കിടയിലേക്ക് വന്ന മുഹാജിറുകൾക്കിടയിലും തമ്മിലുണ്ടായി. മക്കയും മദീനയും തമ്മിൽ, യസ്രിബിന്റെ ഉള്ളിലുള്ള ആളുകളും തമ്മിലുണ്ടായി. അതവർക്ക് അനുഭവബോധ്യപ്പെട്ട സത്യമാണ്. എന്നിട്ടാണ് ഖുർആൻ പറയുന്നത്, വകുൻതും അലാ ശഫാ ഹുഫറത്തിൻ മിനന്നാർ, നിങ്ങളൊരു അഗ്നികുണ്ഡത്തിന്റെ വക്കീലായിരുന്നു. ഭിന്നതയുടെ ആഴങ്ങളിലേക്ക് ഊളിയിട്ട് പോയിരുന്ന കാലഘട്ടത്തിൽ അഗ്നികുണ്ഡത്തിന്റെ വക്കീലായിരുന്നു നിങ്ങൾ. അവിടെ നിന്നാണ് നിങ്ങളെ പരസ്പരം സാഹോദര്യത്തിന്റെ ഉത്തുമുതയിലേക്ക് ഉയർത്തിക്കൊണ്ട് ഖുർആൻ നിങ്ങളെ കൊണ്ടുവന്നത്. അള്ളാഹുവിന്റെ റസൂൽ നിങ്ങളെ പഠിപ്പിച്ചത്, സംസ്കരിച്ചത്. ആ ഒരു സംസ്കരണം, ആ ഒരു മാതൃക മുസ്ലിം ഉമ്മത്ത് വീണ്ടെടുക്കേണ്ടിയിരിക്കുന്നു. പലതിന്റെയും പേരിൽ പരസ്പര കാലുഷ്യത്തിന്റെയും അതേപോലെ തന്നെ വിദ്വേഷത്തിന്റെയും അങ്ങനെയുള്ള മാതൃകകളല്ല മുസ്ലിങ്ങൾക്ക് പൂർവിക കാലങ്ങളിൽ ലഭ്യമാകുന്നത്. പരസ്പര സ്നേഹത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും ഐക്യവർഷം എന്ന പേരിൽ മുആവിയ റളിയല്ലാഹു അൻഹുവിന് തന്റെ അധികാരവും പദവിയും വകവെച്ചു കൊടുത്ത മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു ചരിത്രം നമ്മുടെ മുൻപിലുണ്ട്. അതേപോലെ പരസ്പരം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് സഹകരിക്കാവുന്ന മേഖലകളിൽ പരമാവധി സഹകരിപ്പിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്താണെന്ന ബോധം, ഒരു ഖിബ്ലയുടെ, ഒരു പ്രവാചകന്റെ, ഒരു ഖുർആന്റെ അനുയായികളാണെന്ന ബോധം, ഒരേ ഒരു റബ്ബിന്റെ മുൻപിൽ ഒരുമിച്ച് സുജൂദ് ചെയ്യേണ്ടവരാണെന്ന ബോധം, ആ ഭാവത്തോടു കൂടി ഐക്യത്തിന് വേണ്ടി പരമാവധി പ്രവർത്തിച്ചുകൊണ്ടും പ്രയത്നിച്ചുകൊണ്ടും അതിലുപരി പ്രാർത്ഥിച്ചുകൊണ്ടും ഈ റമദാനിന്റെ രാപ്പകലുകളെ നമ്മൾ ധന്യമാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഐക്യത്തിന് വിഘാതമാകുന്ന രൂപത്തിൽ വെട്ടിയാൽ മുറിയുന്ന മുറിവ് നമുക്ക് മായ്ക്കാൻ കഴിയും. പരസ്പരം വാക്കുകൊണ്ടുള്ള പല മുറിവുകളും മാറ്റിവെക്കാൻ, മുറിച്ച് പോയത് കൂട്ടിച്ചേർക്കാൻ പലപ്പോഴും സാധ്യമാകാറില്ല. എല്ലായിടത്തും ശ്രദ്ധിക്കേണ്ടത് ഞാനും നിങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഐക്യത്തിന് വേണ്ടിയുള്ള വാതായനങ്ങൾ എപ്പോഴും തുറന്നിട്ടുകൊണ്ട് അതിനുവേണ്ടിയുള്ള വിശാലമായ മനസ്സോടുകൂടി അകമഴിഞ്ഞ പ്രാർത്ഥനയോടുകൂടി ഏതൊരവസരത്തിലും ഐക്യപ്പെടാൻ കിട്ടുന്ന സാധ്യതകളും സാഹചര്യങ്ങളും ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ടവനാണ് വിശ്വാസി, പ്രത്യേകിച്ചും ഈ വിശുദ്ധ റമദാനിൽ. അതുകൊണ്ട് ഐക്യത്തിന്റെ പ്രാധാന്യവും ആ ഐക്യം നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ആത്മവീര്യം ചോർന്നു പോകുന്നതും നിങ്ങളുടെ കാറ്റുപോകുമെന്നാണ് ഖുർആൻ വിശേഷിപ്പിച്ചത്. ആ രൂപത്തിൽ നമ്മളുടെ ആത്മവീര്യം നഷ്ടപ്പെട്ടുകൊണ്ട് വിശ്വാസികൾ ധൂളി പോലെ പാറിപ്പറക്കുന്ന ഒരു സ്ഥിതിവിശേഷം മുസ്ലിങ്ങൾക്ക് ഉണ്ടാകാൻ പാടുള്ളതല്ല. ആ ഐക്യത്തിലേക്ക് നടന്നെടുക്കാൻ കഴിയുന്ന സകലമാന വേദികളും സകലമാന മാർഗങ്ങളും ഉപയോഗപ്പെടുത്തേണ്ടവരാണ് യഥാർത്ഥ വിശ്വാസികൾ. അള്ളാഹു നമ്മെ ഐക്യത്തിലൂടെ മുന്നോട്ട് പോകാനും ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താനും അനുഗ്രഹിക്കുമാറാകട്ടെ. ഐക്യത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന ഭിന്നതയുടെ ആഴങ്ങളിലേക്ക് കൂടുതൽ ആഴങ്ങളിലേക്ക് തള്ളിവിടുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുകയും അകറ്റി നിർത്തുകയും ചെയ്യുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു അലാ നബിയിന വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.